ഹായ് കുട്ടികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 129ാമത്തെ പേജിലെ പ്രവൃത്തി പരിചയമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 4 ക്വസ്റ്റ്യനുകളാണ് തന്നിരിക്കുന്നത്. ഓരോ പെയറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. ഇതേപോലെയുള്ള ഒരു കോളം വരച്ചതിന് ശേഷം ആദ്യം ഒരു കോളത്തിൽ നമ്പേഴ്സ് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ മൾട്ടിപ്ലിക്കേഷൻ, അതിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക, മൂന്നാമത്തെ കോളത്തിൽ ഡിവിഷൻ കൊടുക്കാം, പിന്നീട് 2 ഭാഗങ്ങളാക്കി മാറ്റുക. ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിലേതുപോലെ തന്നെ കോളം വരച്ച് ചേർത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ നമ്പർ കൊടുത്തു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. 9 ആൻഡ് 72 ആണ് തന്നിരിക്കുന്നത്. ഇതുപോലെ 2 നമ്പേഴ്സ് നമുക്ക് കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 72 ഈക്വൽ ടു 9 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് 72 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് ആദ്യം തന്നിട്ടുണ്ട്. 9 ഇൻറ്റു എത്രയായിരിക്കും 72 എന്നാണ് കാണേണ്ടത്. അടുത്ത മൾട്ടിപ്പിൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 72നെ 9 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. ഇവിടെ എന്ത് ചെയ്യാം? ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. 9ന്റെ ഗുണനപ്പട്ടിക മനസ്സിലാക്കിയാൽ മാത്രം മതി. 9 ഇൻറ്റു 8 വരുന്നത് 72. ആദ്യം നമ്പേഴ്സ് എഴുതാം. നമ്പേഴ്സ് വരുന്നത് 9 ആൻഡ് 72 ആണ്. ഇവിടെ കിട്ടിയിട്ടുണ്ട് 72 ഈക്വൽ ടു 9 ഇൻറ്റു 8. ആദ്യം നമുക്ക് അത് എഴുതാം. 72 ഈക്വൽ ടു 9 ഇൻറ്റു 8. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 72 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം, 72 അതേപോലെ 8ന്റെ മൾട്ടിപ്പിൾ ആണെന്നും അറിയാം. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാമല്ലോ. 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. പിന്നീട് എന്താണ്? 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. രണ്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഡിവിഷൻ ആണ്. 72നെ ആദ്യം എന്താണ് ഡിവിഷൻ ചെയ്ത് നോക്കേണ്ടത്? 8 കൊണ്ടാണ് ഡിവിഷൻ ചെയ്ത് നോക്കേണ്ടത്. രണ്ടാമത്തായിട്ട് 72നെ 9 കൊണ്ടാണ് ഡിവിഷൻ ചെയ്ത് നോക്കേണ്ടത്. ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. 72നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ആണ് കിട്ടുന്നത്. 72നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ മാറ്റി എഴുതാം. 72 ഡിവിഷൻ 8 ഈസ് ഈക്വൽ ടു 9. 72 ഡിവിഷൻ 9 ഈസ് ഈക്വൽ ടു 8. അടുത്തത് ഫൈനൽ സ്റ്റെപ്പാണ്. ഫാക്ടേഴ്സ്. എന്തൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? 72ന്റെ ഫാക്ടേഴ്സ് ഒന്ന് 9 ആയിരിക്കും, മറ്റൊന്ന് 8 ആയിരിക്കും. 8 ഈസ് എ ഫാക്ടർ ഓഫ് 72. ആൻഡ് പിന്നെന്താണ്? 9 ഈസ് എ ഫാക്ടർ ഓഫ് 72. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പെയർ വരുന്നത് 12 ആൻഡ് 156 ആണ്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ 12 ആൻഡ് 156 എഴുതാം. പിന്നീട് 156 ഈക്വൽ ടു 12 ഇൻറ്റു എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഒരൊറ്റൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പും നമുക്ക് ആ ഒരു കിട്ടുന്ന ഉത്തരം കൊണ്ട് ചെയ്യാൻ കഴിയും. 156 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എത്രയാണെന്ന് ഒറ്റയടിക്ക് ഗുണനപ്പട്ടിക 12ന്റെ ആരും പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? 156നെ എന്ത് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. ആദ്യം എന്തെടുക്കാം? 10 എടുക്കാം. 12 ഇൻറ്റു 10 വരുന്നത് എത്രയാണ്? 120 ആണ്. 156 നിന്ന് 120 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6, 5ൽ നിന്ന് 2, 3 വരും. 36 ആണ് വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു 12 ആണ് 36. 3 ഇൻറ്റു 12 36. അപ്പോൾ മൾട്ടിപ്പിൾ എത്ര കിട്ടി? 13 എന്നാണ് കിട്ടിയത്, അല്ലേ? 10 പ്ലസ് 3 13 ഇൻറ്റു 12 ആയിരിക്കും 156. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ പോവുകയാണ്. 156 ഈക്വൽ ടു 12 ഇൻറ്റു 13. ഓക്കെ, ഈ കിട്ടിയ ആൻസറിൽ നിന്ന് എന്തെഴുതാം? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12. അടുത്ത എന്തെഴുതാം? 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 156നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 ആണ് കിട്ടുന്നത്. 156നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 ആണ് കിട്ടുന്നത്. അത് നമുക്ക് അടുത്ത ഡിവിഷൻ മെത്തഡിലേക്ക് മാറ്റി എഴുതാം. 156 ഹരിക്കണം 12 ഈക്വൽ ടു 13 ആയിരിക്കും. അതേപോലെ 156 ഹരിക്കണം 13 ഈക്വൽ ടു 12 ആയിരിക്കും. പിന്നീട് എന്താണ്? ഫാക്ടർ. ഫാക്ടർ എന്തായിരിക്കും? 12 ഒരു ഫാക്ടർ ആയിരിക്കും, അതേപോലെ തന്നെ 13 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് കോളത്തിൽ എഴുതാം. 12 ഈസ് എ ഫാക്ടർ ഓഫ് 156. അടുത്ത സംഖ്യ ഏതാണ്? 13 ആണ്. 13 ഈസ് എ ഫാക്ടർ ഓഫ് 156. അടുത്ത പെയർ തന്നിരിക്കുന്നത് 13 ആൻഡ് 169 ആണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കേണ്ടത് 169നെ 13 കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം.
13 ഇൻറ്റു 10 130 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 39 ആണ്. 13 ഇൻറ്റു 3 ആണ് 39 വരുന്നത്. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 10 + 3 13 ഇൻറ്റു 13 ആണ് 169 കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതാം 169 ഈക്വൽ ടു 13 ഇൻറ്റു 13. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്താലും മതി, രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതേണ്ടതില്ല. ഇവിടെ 169 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13 എന്ന് എഴുതിയാൽ മതിയാകും. 169 ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 13, അതായത് 169നെ 13 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 13 ആണ്. 13 ഈസ് എ ഫാക്ടർ ഓഫ് 169 എന്ന് എഴുതാം. ഇത്രയും എഴുതിയാൽ മതി. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന ലാസ്റ്റ് പേയേഴ്സ് ആണ് 25 ആൻഡ് 375. പേയേഴ്സ് ഇവിടെ എഴുതാം 25 ആൻഡ് 375. ആദ്യമായിട്ട് ചെയ്ത് നോക്കാം. 375നെ 25 കൊണ്ട് ഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 250 ആണ് കിട്ടുന്നത്. ബാക്കി 125. ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 25 ഇൻറ്റു 4 100 വരുന്നത്. അപ്പോൾ നമുക്കറിയാം 25 ഇൻറ്റു 5 125 ആണ്. ആദ്യമായിട്ട് 25 ഇൻറ്റു 4 ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 100 കിട്ടും. 125ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 25 കിട്ടുന്നത്. പിന്നീട് എന്താണ് 25ൽ 1 25 വരുന്നത്. 25 നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? -0 കിട്ടി. അങ്ങനെയാണെങ്കിൽ 10 + 4 + 1 എത്രയാണ്? 15 ഇൻറ്റു എത്രയാണ്? ഇവിടെയുള്ള ആദ്യത്തെ സംഖ്യ എത്രയാണ്? 25. 25 ഈക്വൽ ടു 375 ആയിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൻസറും നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ആദ്യമായിട്ട് എഴുതാം 375 ഈക്വൽ ടു 25 ഇൻറ്റു 15. പിന്നീട് എന്താണ്? 375 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 25. 375 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15. ഡിവിഷൻ മെത്തഡിലേക്ക് വരുമ്പോൾ 375 ഡിവിഷൻ 25 ഈക്വൽ ടു 15. 375 ഡിവിഷൻ 15 ഈക്വൽ ടു 25. അങ്ങനെയാകുമ്പോൾ 25 ഈസ് എ ഫാക്ടർ ഓഫ് 375 ആൻഡ് 15 ഈസ് എ ഫാക്ടർ ഓഫ് 375. പേജ് നമ്പർ 130 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 12 ഇൻറ്റു 25 മൾട്ടിപ്ലിക്കേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? മെൻ്റലി കാൽക്കുലേറ്റഡ്. എഴുതി കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 ഇൻറ്റു 25 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 12ന് എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് എഴുതുക. എന്ത് എഴുതുക? 4 ഇൻറ്റു 3 12 ആണ്. അല്ലെങ്കിൽ എന്താണ്? 3 ഇൻറ്റു 4 12 ആണ്. 3 ഇൻറ്റു 4 12 ആകുമ്പോൾ 3 മാറ്റി വെച്ചതിന് ശേഷം 4 ഇൻറ്റു 25 100 ആണ്. പിന്നീട് ബാക്കി വരുന്ന 3 ഇൻറ്റു 100 എത്രയാണ്? 300 ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ട് മെത്തഡിൽ ചെയ്യാം. 3 ഇൻറ്റു 4 ഇൻറ്റു 25 ചെയ്യാം. അല്ലെങ്കിൽ 4 ഇൻറ്റു 3 ഇൻറ്റു 25 ചെയ്യാം. ഇവിടെ 3 ഇൻറ്റു 4 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 3 മാറ്റി വെച്ചതിന് ശേഷം 4 ഇൻറ്റു 25 ആണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു 25 എത്ര കിട്ടി? 100. 3 ഇൻറ്റു 100 വരുന്നത് 300 ആണ്. 4 ഇൻറ്റു 3 ഇൻറ്റു 25 എന്ത് ചെയ്യാം? എഴുതാം. പിന്നീട് 4 ഇൻറ്റു 3 ഇൻറ്റു 25 എത്രയാണ്? 75 ആണ്. പിന്നീട് 4 75 ചേർന്ന് കഴിഞ്ഞാൽ 300 ആണ്. ഇതിൽ ഈസി മെത്തേഡ് വരുന്നത് ഫസ്റ്റ് ആണ്. ഫസ്റ്റിൽ വരുന്നത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സ്വീകരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 35 ഇൻറ്റു 18 ആണ്. ഇവിടെ 18നെയാണ് ആദ്യം മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് 18 ആദ്യം എഴുതാം. 18 ഇൻറ്റു 35 ഈക്വൽ ടു 18 2 ഇൻറ്റു 9 എന്ന് എഴുതാം. ഇൻറ്റു 35. ഓക്കെ. അപ്പോൾ 9 ഇൻറ്റു 35 ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് 9 ഇൻറ്റു ബ്രാക്കറ്റിലായിട്ട് 2 ഇൻറ്റു 35 ചെയ്യാം. 2 ഇൻറ്റു 35 എന്ന് പറഞ്ഞാൽ എന്താണ്? 35 + 35 ആണ്. അതായത് 35ൻ്റെ ഇരട്ടിയാണ്. 35ൻ്റെ ഇരട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 30 + 30 ചെയ്ത് നോക്കുക. പിന്നീട് 5 + 5 ചെയ്ത് നോക്കുക. മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാണ് എളുപ്പം. 30 + 30 60, 5 + 5 10 70. ഓക്കെ. 9 ഇൻറ്റു 70 എന്ന് കിട്ടി. ഇവിടെയും ഗുണിക്കാൻ എളുപ്പമാണ്. മനസ്സിൽ ഗുണിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 0 സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആദ്യം 9 ഇൻറ്റു 7 ആണ് ചെയ്യുന്നത്. 9 ഇൻറ്റു 7 63. പിന്നീട് 0 അവിടെ ചേർക്കുന്നു.
ആൻസർ കിട്ടുന്നത് 630. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 125 ഇൻറ്റു 8 ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ചെയ്യുന്നത്? 125 ഇൻറ്റു 8 മാറ്റി എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2. ആദ്യം ചെയ്യുന്നത് 125 ഇൻറ്റു 2 ബാക്കിയുള്ള 2 2കൾ എന്ത് ചെയ്യുക? മാറ്റി വയ്ക്കുക. 125 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 125ൻ്റെ ഇരട്ടിയാണ്. 125ൻ്റെ ഇരട്ടി എത്രയാണ്? 250. അപ്പോൾ 250 ഇൻറ്റു 2 ഒരു 2 എന്തായി? വെളിയിൽ വയ്ക്കാം. 2 2കളല്ലേ ബാക്കിയുള്ളത്. 250 ഇൻറ്റു 2 ആദ്യം ചെയ്യാം, പിന്നീട് മറ്റൊരു 2 ചെയ്യാം. 250 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 250ൻ്റെ ഇരട്ടിയാണ് 500 അല്ലേ? 500 പിന്നീട് വരുന്ന എന്താണ്? ഒരു 2 കൂടെ ഉണ്ട് ഇൻറ്റു 2. 500 ഇൻറ്റു 2 എത്രയാണ്? 1000. സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്കായിരുന്നു അത്. ഇതിൽ വരുന്ന അവസാനത്തെ ചോദ്യമാണ് 125 ഇൻറ്റു 24. 24നെ മാറ്റി എഴുതാം. എത്രയാണ്? 6 ഇൻറ്റു 4 24 ഇൻറ്റു 125. പിന്നീട് എന്ത് ചെയ്യാം? ഈ 4നെ ഒന്നുകൂടെ നമുക്ക് മാറ്റാം. 6 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 125 എന്നാക്കാം. ഓക്കെ, 6 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 125 ആദ്യം ചെയ്യാം. ശരിയല്ലേ? 2 ഇൻറ്റു 125 എത്രയാണ്? 250. അപ്പോൾ 6 ഇൻറ്റു 2 ഇൻറ്റു 250. ഓക്കെ, 6 ഇൻറ്റു 2 ഇൻറ്റു 250 എന്ന് പറയുമ്പോൾ 250ൻ്റെ ഇരട്ടി എത്രയാണ്? 500. പിന്നീട് എത്രയാണ്? 6 ഇൻറ്റു 500 ചെയ്യാൻ എളുപ്പമാണ്. 6 ഇൻറ്റു 5 ആണ് ആദ്യം. 6 ഇൻറ്റു 5 എത്രയാണ്? 30. പിന്നെ 30ൻ്റെ കൂടെ 2 0 ചേർക്കുകയാണ് വേണ്ടത്. പിന്നീട് 2 പൂജ്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 3000 കിട്ടുന്നത്. ഈ പ്രവൃത്തി പരിചയത്തിന് ശേഷം വരുന്ന പാഠഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you, bye.